ഞാൻ ഈ 4 മണിക്ക് തന്നെ എണീക്കാൻ കാരണം ഇന്ന് 5 മണിക്ക് നടക്കുന്ന വേൾഡ് കപ്പ് മാച്ച് കാണാനായിട്ടാണ്. അതെ, പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മാച്ച് കാണാനാണ്. 4:30-ക്ക് വെച്ച അലാറം ആണെങ്കിൽ പോലും അലാറം അടിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ എണീറ്റ് പോവുകയാണ്. ഞങ്ങൾ ഈ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകർ വെറും കപ്പുകളോ ജയങ്ങൾക്കോ വേണ്ടി മാത്രമല്ല പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോസിബിൾ എന്ന വാക്കിനെ വിശ്വസിക്കാത്ത ഒരു ഇതിഹാസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പോർച്ചുഗലിനെ സ്നേഹിച്ചു തുടങ്ങിയത്. അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ പോരാടുന്ന പോരാളിയുടെ മനസ്സിന് വേണ്ടിയാണ്. അങ്ങനെ റൊണാൾഡോയുടെ കളി കാണാനായി ഞങ്ങൾ രാവിലെ 4:30-ക്ക് തന്നെ വണ്ടിയെടുത്ത് കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. റൊണാൾഡോയെ സ്നേഹിച്ചാണ് ഞങ്ങൾ പോർച്ചുഗലിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗലിൻ്റെ കളി കാണാൻ പോവാണ് എന്ന് പറയുന്നതിന് പകരം റൊണാൾഡോയുടെ കളി കാണാൻ പോവാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. കൂട്ടുകാരനെ എണീപ്പിച്ച്, അത്യാവശ്യം ഞങ്ങൾ 5-6 പേരുണ്ട്, എല്ലാം പോർച്ചുഗൽ ഫാൻസാണ്. അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കളി കാണുന്നത് ഒരു അർജൻറ്റീന ഫാൻ്റെ വീട്ടിലിരുന്നാണ്. അങ്ങനെ കളി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബാഡ് ലക്ക് തുടങ്ങി. റേഞ്ച് ഇഷ്യൂസ് കാരണം ടി വിയിൽ നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ മൊബൈലിലേക്ക് മാറി. മൊബൈലിലാണെങ്കിലും നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല. അങ്ങനെ ബഫറിങ്ങോട് കൂടിയാണ് കളി കണ്ടു തീർത്തത്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു. അർജൻറ്റീനയുടെ കളിയോട് കണ്ടിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് കൂട്ടുകാരൻ്റെ ഷോപ്പിൽ നമ്മുടെ ഒരു കൂട്ടുകാരി വ്ളോഗർ വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോഷന് വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ കളിയുടെ ആ ഒരു ഷോക്കിൽ നിന്ന് മാറുന്നില്ല. നമുക്ക് എന്തുകൊണ്ട് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടത്തോടു കൂടി നേരെ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഷാപ്പിലേക്ക് പോവാണ്. രാമപുരത്തുള്ളൊരു ഷാപ്പിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കും നല്ല വെള്ളപ്പൊക്കം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നെങ്കിലും പോകുന്ന വഴിയിൽ വീണ്ടും പ്രതിസന്ധി തന്നെ. അങ്ങനെ എല്ലാ പ്രതിസന്ധികൾക്ക് ശേഷം ഷാപ്പിലെത്തി. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൊരു ഷാപ്പാണ്. അത്യാവശ്യം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മഴയില്ലാത്ത സമയത്തും ആർട്ടിഫിഷ്യൽ റെയിനൊക്കെ ഉള്ളൊരു ഷാപ്പാണ്. ഷാപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കപ്പയും മീൻകറിയും കഴിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ കപ്പയും മീൻകറിയും പിന്നെ ചിക്കൻ കറി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാനിവിടെ നിന്ന് ഓർഡർ ചെയ്തു. എല്ലാവരും അവരുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഓർഡർ ചെയ്തു. എല്ലാത്തിനും നല്ല രീതിക്ക് എരിവുണ്ടായിരുന്നു. അത് പിന്നെ ഷാപ്പിലെ ഒരു പ്രത്യേകതയാണല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഓരോ എക്സ്പ്രഷൻസാണിത്. ഇവനൊരു ഭാവവ്യത്യാസവും ഇല്ല. എന്തൊക്കെ ഫുഡ് കഴിച്ചാലും ഇവൻ അത്യാവശ്യം എക്സോസ്റ്റഡ് ആണ്. പിന്നെ നമ്മുടെ രോഹിത്, എല്ലാവരും ഉണ്ട്. തിരിച്ചു പോകുന്ന വഴിക്ക് ടയറിൽ എയർ അടിക്കാനായിട്ട് നിർത്തിയതാണ്. അവൻ ആ ഗ്യാപ്പിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ അമ്മമാരുണ്ടല്ലോ, എവിടെ പോയാലും അത്യാവശ്യം പറമ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നത്, അതുപോലെ ഒരുത്തനാണ് അവൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു പാടമാണ്. അവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം. അവിടെ ചെന്ന് നിന്ന് നമ്മൾ അവിടെ നിന്ന് ചർച്ച ചെയ്തത് ഫുൾ നമ്മുടെ റൊണാൾഡോയുടെ അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ കളിയെക്കുറിച്ചാണ്. അടുത്ത റൗണ്ട് ഓഫ് 32-ൽ എന്തായാലും നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തായാലും നല്ല പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഇന്നത്തെ യാത്രകൾ അവസാനിച്ചു.